ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനെതിരെ നടക്കുന്ന T20 പരമ്പരയിൽ സഞ്ജു സാംസൺ കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. T20 വേൾഡ് കപ്പിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാവും ഈ T20 പരമ്പര. 2024 ആദ്യ T20 പരമ്പരയായതിനാൽ ഇന്ത്യക്കുള്ളതിൽ മികച്ച 11 തന്നെ ഇറക്കാനാവും സെലക്ടർമാർ ശ്രമിക്കുക. T20 വേൾഡ് കപ്പ് മുൻനിർത്തിയുള്ള പരീക്ഷണങ്ങളും പദ്ധതികളുമാവും ഈ വർഷം T20 പരമ്പരയിൽ നടക്കുക. അതിൻ്റെ ആദ്യ പടി എന്നോണമായിരിക്കും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 പരമ്പര. അതിനുശേഷമുള്ള IPL മുൻനിർത്തിയാവും T20 വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുക. ജനുവരി 11 ആദ്യ T20 പരമ്പര തുടങ്ങുന്നത്. ഹർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ഇല്ലാത്തതിനാൽ ഇന്ത്യ ആര് നയിക്കും എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. കാരണം എത്ര പേരെ ഇന്ത്യ ക്യാപ്റ്റനാക്കിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്യാപ്റ്റന്മാർ മാറി മാറി വന്നത് ഇന്ത്യൻ ടീമിലാണെന്ന് തന്നെ പറയണം. ഈ പരമ്പരയിൽ ക്യാപ്റ്റനാവാൻ സഞ്ജുവിന് വരെ ചാൻസ് ഉണ്ട്. സഞ്ജു സാംസൺ ടീമിലുണ്ടാവും. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഏകദിനത്തിൽ സെഞ്ചുറി നേടിയതോടെ താരം തന്റെ പ്രതിഭ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താരത്തെ ഒഴിവാക്കാനാവില്ല. T20 ക്രിക്കറ്റിലും താരത്തിന് അവസരം കൊടുക്കണം. സൂര്യകുമാർ യാദവ് ഇല്ലാത്തതിനാൽ മധ്യനിരയിലാവും സഞ്ജുവിന് അവസരമുണ്ടാവുക. 30ഓളം കളിക്കാരെയാണ് T20 വേൾഡ് കപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് അറിവ് ലഭിക്കുന്നത്. ഈ വരുന്ന IPL പ്രകടനവും ഇതിന് നിർണായകമാകും. വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് ഈ വരുന്ന T20 വേൾഡ് കപ്പ് നടക്കുക. ഈ T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിയേ പറ്റൂ. ഇന്ത്യയിൽ നടന്ന ഏകദിന വേൾഡ് കപ്പ് നഷ്ടമായതിന്റെ ദുഃഖം ആരാധകർക്ക് ഇപ്പോഴുമുണ്ട്. എല്ലാ ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സിൽ ഈ വർഷം T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടും എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.